ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശവുമായി ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ഇടക്കാല ഉത്തരവുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങളുണ്ട്. 2019 വീഴ്ചകൾ അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സുകൾ പിടിച്ചെടുക്കാനുള്ള ഇടക്കാല ഉത്തരവ്, നിർദ്ദേശം അതെല്ലാം ഹൈക്കോടതി നടത്തുന്നു. ഒപ്പം തന്നെ SITയുടെ അന്വേഷണം തൃപ്തികരം എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. വിശദാംശങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തുവന്ന ഇടക്കാല ഉത്തരവിന് വിഭിന്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവ്. അതിൽ അതിരൂക്ഷ വിമർശനവും അതോടൊപ്പം തന്നെ SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലും ഒക്കെ അടങ്ങിയ റിപ്പോർട്ടാണ്, ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അകമഴിഞ്ഞ സഹായം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇതിന്റെ ക്രിമിനൽ ഗൂഢാലോചന വളരെ കൃത്യമായി അന്വേഷിക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നു. നിലവിലെ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി പറയുന്നു. 2019 ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയിലെ ക്രമക്കേട് അത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ ദ്വാരപാലക സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവന്ന ഘട്ടത്തിൽ അത് തൂക്കി നോക്കാതിരുന്നത് ഈ കള്ളത്തരം പുറത്ത് അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു. അടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ്. ദേവസ്വം കമ്മീഷണറുടെ ആദ്യ നിലപാടിൽ നിന്ന് 7 ദിവസം കൊണ്ട് അദ്ദേഹം പിന്നാക്കം മറിയുന്ന കാഴ്ച കണ്ടു എന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2024 ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനോട് പറഞ്ഞു, അതായത് മറ്റൊരു ദ്വാരപാലക സ്വർണ്ണപ്പാളി സെറ്റ് അത് സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട്, ആ സെറ്റ് തന്നുവിട്ടാൽ ഇപ്പോഴുള്ള സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇത് വില അല്ലെങ്കിൽ പൈസ കുറവായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കൊടുത്തുവിടാനുള്ള വളരെ രഹസ്യമായ നീക്കം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒപ്പം 2025 ഈ ദേവസ്വം ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത്തരത്തിൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയതിന് പിന്നിൽ ഈ കള്ളത്തരം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെന്ന് കോടതി വളരെ വിമർശനാത്മകമായി ഇതിൽ പറയുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത, അടിമുടി സംശയം ജലിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത്. കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയിൽ നടന്നിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോടതി ഇന്നും നിർദ്ദേശിക്കുന്നു. നിലവിൽ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ വിശദമായൊരു ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്ത് അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഹൈക്കോടതി പറയുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്നൊന്നല്ല, മറിച്ച് കൃത്യമായ ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിന്റെ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥരല്ല, മറിച്ച് മേലുദ്യോഗസ്ഥരടക്കം ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് SITയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ഹൈക്കോടതി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഇനി SITയുടെ പൂർണ്ണ റിപ്പോർട്ട് എത്തുന്ന ഘട്ടത്തിലായിരിക്കും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക. ഈ ഇടക്കാല റിപ്പോർട്ട് ഒരു സൂചികയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പ്രജിൻ, വിഷ്ണു, ആദ്യഘട്ടത്തിൽ തന്നെ വന്ന പ്രതിപട്ടിക അതൊരു പക്ഷേ ഇനിയും അത് വിപുലമാക്കിയേക്കാം എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയാം ഈ ഘട്ടത്തിൽ. കാരണം കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന കാര്യം അതിപ്പോൾ ബലപ്പെട്ടു വരുന്നു. അതോടൊപ്പം തന്നെ ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കുക എന്നൊരു നിർദ്ദേശം അത് ഏറ്റവും നിർണായകമാണ് ഈ കേസിൽ. കാരണം പല യോഗങ്ങളിലും ഇവിടെ തീരുമാനങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. അവിടെ അധിക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അധിക തീരുമാനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ തീരുമാനങ്ങളായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അത് ഹൈക്കോടതിയും സംശയിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ മിനിറ്റ്സ് കൂടി പിടിച്ചെടുത്തത് പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കരുതാമല്ലേ? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. വളരെ ശക്തമായ നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നു. ഒരു തരത്തിലും ഒരു വീഴ്ചയും ഈ അന്വേഷണത്തിൽ ഉണ്ടാകരുതെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ സ്വഭാവം അതോടൊപ്പം തന്നെ കോടതി നടപടികൾ പോലും രഹസ്യ സ്വഭാവത്തിലേക്ക് മാറാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് പരിഗണിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനം, അതായത് SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ആദ്യത്തെ ഇടക്കാല ഉത്തരവാണ്. അതാണ് ഈ ഉത്തരവിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം കൈവശം വെക്കുന്നത്, അതായത് നേരത്തെ ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു എന്ന് പറഞ്ഞിരുന്നു. 400
209 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വെക്കുന്നതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ അവർ അനുമതി നൽകിയെന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഉണ്ട്. അത് SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ആ കണ്ടെത്തലുകൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, വലിയൊരു ഗൂഢാലോചന ഇതിൽ പിന്നിൽ ഉണ്ട്. ഓർക്കസ്ട്രേറ്റഡ് ക്രൈം എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അതായത് കൃത്യമായ ഗൂഢാലോചന എല്ലാ കോണിലും നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിനും ഈ തട്ടിപ്പ് മറച്ചുവെക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. അതിന് ഹൈക്കോടതി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് 2019 അവിടെ എത്തിച്ചത്, അതായത് തിരികെ എത്തിച്ച ദ്വാരപാലക പാളി അത് ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണെന്ന സംശയം ഇപ്പോഴും ഹൈക്കോടതി ഉന്നയിക്കുന്നു. ഒപ്പം അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൃത്യമായി മഹസറിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്താതിരുന്നത്. അതായത് ഈ തട്ടിപ്പ് നടന്നു എന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ കൃത്രിമമായ ഒരു മഹസർ അവിടെ തയ്യാറാക്കിയതെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകൾ, ഗുരുതരമായ പരാമർശങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നൊരു ഇടക്കാല റിപ്പോർട്ടാണിത്. പ്രജിത്ത്, എന്തായാലും we direct the SIT to thoroughly investigate this aspect of ക്രിമിനൽ കോൺസ്പിറസി എന്നുകൂടി ഈ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.